ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നാണ് ഹൈറിച്ചിൻ്റെ പതിനാറാം അടിയന്തരം തന്നെ പറയാം. 16-ാം തീയതിയിലേക്കാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഹൈറിച്ചിൻ്റെ 16-ാം അടിയന്തരം തന്നെ ഈ ദിവസം ഉണ്ടാവുമെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് ആകെ മൊത്തം ടോട്ടല് 3 പേര് ഹൈറിച്ചിനെതിരെ വാദിക്കാനുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2 ഇംപ്ലീഡ് ചെയ്ത നിക്ഷേപകരുടെ വക്കീലും 1 PP-യും ഉണ്ടാവും. അവരവരുടെ വാദങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 പ്രഗത്ഭരായ സമർത്ഥരായ 2 വക്കീലന്മാർ തന്നെയാണ് നിക്ഷേപകർക്ക് വേണ്ടി വാദിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ എല്ലാ തട്ടിപ്പുകളെക്കുറിച്ചും ബോധ്യമുള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതൊരു ലേഡിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നിട്ടും കാര്യമുണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടറും നല്ല രീതിയിൽ ഇവരുടെ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് ജഡ്ജിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ ഇന്ന് എന്തായാലും പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും മറ്റ് 2 നിക്ഷേപകരുടെ വക്കീലന്മാരുടെയും ദിവസമാണ്. എന്തായാലും ഇവരുടെ സീനിയർ വക്കീൽ ഇന്ന് വരുന്നില്ല എന്നുള്ളതാണ് ഇവരെ ആകെ വിഷമത്തിലാകുന്നത്. അതിനുവേണ്ടി പിരിച്ച ഫണ്ടും ഇപ്പോൾ പോയി എന്നുള്ള സങ്കടത്തിലാണ് ഇവരുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫണ്ട് പിരിക്കുന്നവരോട് പറയാനുള്ളത്, ഒരു സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇവരുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. അത് ബാങ്കിന് തന്നെ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവർ എന്ത് പർപ്പസിനാണോ ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്, ആ സ്ഥാപനവുമായി ബന്ധപ്പെടാത്ത പ്രവർത്തനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ കൈമാറി കഴിഞ്ഞാൽ അതിനെ പൂട്ടിടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത്. അത് വേറെ ഏതെങ്കിലും കള്ള കമ്പനിയെ സഹായിക്കാൻ എന്ന പേരിൽ നമ്മൾ അത് ഉപയോഗിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിനും പണി വരും എന്നുള്ളത് ഇനിയെങ്കിലും ഓർക്കുക. ഇവരുടെ ലീഡർമാർക്കൊക്കെ ഇതറിയുന്നത് കൊണ്ടാണ് ഇവരുടെ ലീഡർമാരുടെ പേഴ്സണൽ അക്കൗണ്ടുകൾ അതിലേക്ക് ഉപയോഗിക്കാത്തത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരായിരിക്കാം ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ കൊടുക്കുന്നത്. അപ്പോൾ വളരെ ആരെങ്കിലും ഹൈക്കോടതിയിൽ നമ്മുടെ സെഷൻ കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോവുക, നിങ്ങളുടെ ആ ഒരു ചടങ്ങിൽ 16 അടിയന്തരത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊന്നും തന്നെ ഇപ്പോൾ പറയാൻ നിർവാഹമില്ല. നാളെ കഴിഞ്ഞിട്ടാകുമ്പോൾ വൈകിട്ടോടുകൂടി പറയാം. നാളെ വളരെ തിരക്കുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നോക്കട്ടെ, ഇടയ്ക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കട്ടെ. അപ്ഡേറ്റ്സ് നമ്മുടെ ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ കിട്ടും. എന്നാലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വൈകിട്ടോടുകൂടി വേണമെങ്കിൽ വീഡിയോ ഇടാം. നാളെ എല്ലാവരും 16 അടിയന്തരത്തിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാവരും സെഷൻ കോടതിയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ജഡ്ജ് എന്ത് പറയുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. Bye.